ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു ലഞ്ച് ബോക്സ് റെസിപ്പീസുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 3 റെസിപ്പീസാണ് ഉള്ളത്. ഒരു കറിയും പിന്നെ അതേപോലെ ഫ്രൈയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തു വിട്ടേക്കുന്ന ഐറ്റംസും. ഓരോന്നും ഞാൻ പിന്നീട് പറയാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കൊടുത്തു വിട്ടേക്കുന്ന ദഹി ബാങ്കൻ റെസിപ്പിയാണ് കേട്ടോ. അതായത് ബ്രിഞ്ചോളും കേടും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കറി. നമ്മൾ ഈ മോരുകറിക്കകത്ത് വെണ്ടയ്ക്കൊക്കെ ഇട്ടുണ്ടാക്കാറുണ്ടല്ലോ, അതേപോലൊക്കെ തന്നെ ഒരു വെറൈറ്റി സംഭവമാണ് ഇത്. പക്ഷെ നല്ല ടേസ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അതേപോലെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് പേർപ്പിൾ കളർ ബ്രിഞ്ചോളാണ്. അതായത് വലിയ ബ്രിഞ്ചോൾ ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. അത് അധികം മൂക്കാത്തത് നോക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം കുരുവൊക്കെ കണ്ടില്ലേ, ഭയങ്കര കുഞ്ഞാണ്. ഇങ്ങനത്തത് ഏത് വെറൈറ്റിയിൽ വേണമെങ്കിലും എടുക്കാം. അതായത് അധികം മൂക്കാത്ത ഏത് ബ്രിഞ്ചോൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇതില്ലാന്നുണ്ടെങ്കിൽ ചെറിയ പേർപ്പിൾ കളർ ബ്രിഞ്ചോൾ വരുമല്ലോ, അതായാലും മതി. അതല്ല ഗ്രീൻ ആയാലും ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടുന്നത് ഇതിനാണ്. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തിക്കായിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത്, ഒരുപാട് തിന്നല്ല, അത്യാവശ്യം തിക്കായിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ എണ്ണ, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇത് അധികം സമയം അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് എങ്ങനെ ഒന്ന് മാറ്റി വെച്ചാൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല. പിന്നെ ഓവർ കുക്കായി പോകേണ്ട ആവശ്യമില്ല. ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട് ചേർക്കുന്ന സമയത്ത് ഈ ബ്രിഞ്ചോളൊക്കെ അങ്ങ് ഉടഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഓവർ കുക്ക് ആവണ്ട, എന്നാൽ ബ്രിഞ്ചോളൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ടാവണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മളിത് കഴിഞ്ഞിട്ട് വീണ്ടും ബ്രിഞ്ചോൾ കുക്ക് ചെയ്യുവോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുവോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ഇട്ടിക്കോട്ടെ കേട്ടോ. അപ്പം 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് നമ്മൾ ഈ മീൻ പൊരിക്കത്തില്ലേ, അപ്പോൾ അതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ 2-3 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ടൈം വറക്കുന്ന സമയത്ത് ഞാൻ ഈ പൊടിയൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള പൊടിക്കകത്ത് വീണ്ടും നമ്മൾ എണ്ണ ഒഴിച്ച് ബ്രിഞ്ചോളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വൈപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് 2ാമത്തെ ബാച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചോളൊക്കെ റെഡിയായി. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊരു ബൗളിലേക്ക് മാറ്റുക. ഇപ്പം ഞാൻ ഫ്രൈ ചെയ്ത് അത്രയും ബ്രിഞ്ചോളിനകത്തുണ്ട്. നിങ്ങൾക്ക് ഈ ബ്രിഞ്ചോളിൻ്റെ ഷേപ്പ് ഇതുപോലെ തന്നെ വേണം കറിയിലെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് കുക്ക് ചെയ്യാതിരിക്കുക, ഓവർ ഫ്രൈ ചെയ്യാതിരിക്കുക. അത്യാവശ്യം ഒന്ന് വെന്താൽ മാത്രം മതിയാവുക. അല്ലാന്നുണ്ടെങ്കിൽ ബ്രിഞ്ചോൾ ഭയങ്കര ടെൻഡറാണ്, പെട്ടെന്ന് ഉടഞ്ഞു പോവുകയും ചെയ്യും. ഇനി അങ്ങോട്ട് കാര്യങ്ങളൊക്കെ സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബൗളിൽ തൈര് എടുക്കുക. നമുക്ക് എത്രത്തോളം തൈര് വേണം, കറിയിൽ ആവശ്യമുള്ളത്രയും തൈര് എടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർക്കണം. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആ തൈരിലൊട്ടും കട്ടയില്ലാത്ത രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അത് ബ്രിഞ്ചോളിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. പിന്നെ ചിലർക്ക് നല്ല ചാറോട് കൂടി, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് വേണം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി തൈര് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല ബ്രിഞ്ചോൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രം മതി തൈര് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിവിടെ കുറച്ച് മോര് എക്സ്ട്രാ ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഒരുപാടല്ല, കുറച്ച് എക്സ്ട്രാ ഒഴിക്കുന്നുണ്ട്. കാരണം ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് മോരുകറിയും ഇങ്ങനത്തെ വെണ്ടയ്ക്കാവട്ടെ ബ്രിഞ്ചോളാവട്ടെ അതെല്ലാം ഇട്ട് മോരുകറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ തൈരും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. പതുക്കെ ബ്രിഞ്ചോൾ ഉടയാത്ത രീതിയിൽ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. അപ്പോൾ താളിക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയല്ല, സാധാരണ സൺഫ്ലവർ ഓയിലാണേ. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. വറ്റൽമുളക്, വെളുത്തുള്ളി ഒന്നുകിൽ ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടോ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും കൂടി ചേർത്തതിന് ശേഷം ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറട്ടെ. ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ബ്രൗണ് തൊട്ട് മുമ്പായിട്ട് ഒന്ന് വാടി വരട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി കാശ്മീർ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കളറിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കറിക്ക് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് വറക്കുമ്പോൾ മാത്രമേ പൊടികൾ ചേർത്തിട്ടുള്ളൂ. അപ്പം ഞാൻ താളിക്കുന്ന സമയത്ത് കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറി. ഇനി പതുക്കെ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ബ്രിഞ്ചോളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ മിക്സ് ആക്കുന്ന മാത്രമേ ഉള്ളൂ കുറച്ച് കഷ്ടപ്പാട്. കാരണം ബ്രിഞ്ചോൾ ഉടഞ്ഞു പോകാതെ അതേ ഷേപ്പിൽ കിട്ടണമെങ്കിൽ മാത്രമേ അത്രേ ഉള്ളൂ. സോ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ബ്രിഞ്ചോൾ ചേർത്തിട്ടുള്ള മോരുകറി റെഡിയാണ്. ഇതിന് ദഹി ബാങ്കൻ എന്ന് പറയും. സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ വെണ്ടയ്ക്ക ഇട്ട് മോരുകറി കാണിച്ചിട്ടുണ്ട്, അതേപോലെ ഷിംല മിർച്ചി ഇട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുവേ. ഇനി ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത് വെണ്ടയ്ക്ക ഫ്രൈ ആണ്. ഇപ്പോൾ വെണ്ടയ്ക്ക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നു ഈ റെസിപ്പി ചിലപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇത് എക്സാക്റ്റ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇതുപോലെ എന്തോ സംഭവം കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇത് സംഭവം വേറെ ഒന്നുമല്ല, വെണ്ടയ്ക്ക സ്റ്റഫ് ചെയ്തിട്ട് ഒരു മസാല സ്റ്റഫ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം വെണ്ടയ്ക്കയെല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകി അതിലെ വെള്ളമെല്ലാം ഒന്ന് തുടച്ച് മാറ്റിയിട്ട് 2 സൈഡും കട്ട് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത്
മേലേന്ന് താഴെ വരെ ഒന്ന് കട്ട് ചെയ്യുക. എന്നാൽ അതിൻ്റെ ആ ഒരു കട്ട് പുറകിലേക്കൊന്നും പോകാത്ത രീതിയിൽ ജസ്റ്റ് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക എല്ലാം അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ബേസിക് മസാലയാണ് കേട്ടോ, സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ചെറിയൊരു മാരിനേഷൻ അത്രേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാൽ ഉപ്പ് എടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര ആവശ്യമുണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാല, കുറച്ച് ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീരകപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല, എന്നാൽ അത് ചേർക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല പൗഡർ റെഡിയായി. ഇതാണ് നമ്മൾ വെണ്ടയ്ക്കയിൽ നിറയ്ക്കാൻ പോകുന്നത്. സോ എന്നെ പോലെ രാവിലെ 7 മണിയാകുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്തു വിടുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മസാലയൊക്കെ റെഡിയാക്കി തലേദിവസം തന്നെ അതിങ്ങനെ നിറച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് ഫ്രൈ ആക്കിയാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ പ്രൊസീജിയർ ഒന്നും ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് എണ്ണയിൽ ഇതൊന്ന് ഫ്രൈ ആക്കിയാലും ഒരു സൈഡ് ഡിഷ് റെഡി ആയി കേട്ടോ. അതേപോലെ നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയ മോരുകറി ഇല്ലേ, അതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ വഴുതനങ്ങയൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആക്കി കറിയാക്കി എടുക്കാം. അപ്പോൾ അതും നമുക്ക് തലേദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലത്തെ ടൈം കുറച്ച് സേവ് ആകും, പിന്നെ ടൈം ഒട്ടും ഇല്ലാത്ത സമയത്താണ് ഇതൊക്കെ ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെണ്ടയ്ക്കയുടെ നടുക്ക് ഒന്ന് ഫില്ല് ചെയ്തിട്ട് എക്സസ് ആയിട്ട് വരുന്ന എല്ലാ പൊടിയും എടുത്ത് വെക്കുന്നുണ്ട്. കാരണം നമുക്കിത് വീണ്ടും മസാലയിൽ ചേർത്ത് കൊടുക്കും. മസാല അല്ല, നമ്മൾ ഫ്രൈ ചെയ്ത സമയത്ത് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഞാൻ എല്ലാം ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പൊടി ഇതുപോലെ ഉണ്ട്. ഇതിപ്പം ഇത്രയൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. ഇതിൽ നിന്ന് മേ ബി 1 ടീസ്പൂൺ കൂടി നമ്മൾ എടുക്കുമായിരിക്കും. ബാക്കി വരുന്നത് നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് വെക്കാം കേട്ടോ, വീണ്ടും ഉണ്ടാക്കാം. ഇനി ഇതല്ല, വേറെ ഏതെങ്കിലും ഒരു കറിയുടെ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മസാലക്കറിയുടെ കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ പൊടി അങ്ങ് ചേർക്കാവുന്നേ ഉള്ളൂ, യൂസ് ചെയ്യാം, കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം അവോയ്ഡ് ചെയ്യാം, ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല താല്പര്യം ഇല്ലെങ്കിൽ. പിന്നെ ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഉള്ളി 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക ചേർക്കുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് ഒരു മസാല പൗഡർ ഉണ്ടല്ലോ, അപ്പോൾ 1 ടീസ്പൂൺ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ട് വെന്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് വെറും കുറച്ച് എണ്ണയിൽ ഈ വെണ്ടയ്ക്ക ഇങ്ങനെ വറുത്തെടുത്താലും മതി, നല്ല സ്വാദായിരിക്കും, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് വെന്ത് വരുന്തോറും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ മസാല കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും മസാലപ്പൊടി ചേർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ചേർത്തേക്കുന്നത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നി. കാരണം വെണ്ടയ്ക്ക് നമ്മൾ ചേർക്കുന്ന സമയത്ത് എങ്ങനെയാണോ അതുപോലല്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഷ്രിങ്കായി വരും, ഒന്ന് ഉടഞ്ഞു വരും. അപ്പോൾ അപ്പോഴേക്കും മസാലയൊക്കെ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. ഇപ്പോൾ അടച്ചു വെച്ച് ഒരു 2-3 തവണ ഒന്ന് വേവിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇതുപോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയണേ. അടുത്ത നമ്മുടെ 3ാമത്തെ റെസിപ്പിയാണ്, ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തു വിട്ടേക്കുന്ന റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഞാനത് കുറേ മുമ്പ് എവിടെയോ കണ്ട് ട്രൈ ചെയ്തിട്ട് എനിക്കത് ഇഷ്ടമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണേ. അപ്പം ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ കടല ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. കടല നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ഈ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന കടലയില്ലേ, ആ കടലയാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് സോക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചാൽ മതിയാവും. എന്നിട്ട് വെള്ളം എല്ലാം കംപ്ലീറ്റ്ലി കളഞ്ഞിട്ട് ആ ഒരു പരിപ്പ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യമുള്ള അത്രയും പച്ചമുളകിൻ്റെ കൂടെ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കായപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മളിത് കൊഴുക്കട്ട പോലെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാവിനകത്ത് വെക്കുന്നതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൊഴുക്കട്ട ശരിക്കും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു പരിപ്പുവടയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. എന്നാൽ പരിപ്പുവടക്കാട് നന്നായിട്ട് അരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ സ്റ്റഫിങ് സംഭവം ഇതാണ്, ഇത്രയും സിമ്പിളായിട്ടുള്ള സ്റ്റഫിങ് തന്നെയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മുടെ കൊഴുക്കട്ടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് പച്ചവെള്ളത്തിൽ കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പൊടിയാണ്. ഇത് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന പൊടിയാണ്. പക്ഷെ നിങ്ങളിങ്ങനെ സാധാരണ ചൂടുവെള്ളത്തിലാണോ കുഴയ്ക്കുന്നത് അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ബേസിക്കലി കൊഴുക്കട്ടയുടെ അതേ മാവ് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച്
കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പച്ചവെള്ളത്തിൽ കുഴയ്ക്കാൻ പറ്റുന്നൊരു പൊടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പൊടി നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം ഒരുപാട് ടൈം സേവ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ച് വരുമ്പോഴത്തേനുണ്ടല്ലോ വല്ലാത്തൊരു മടി പിടിച്ച് പോവും. ഇത് ചോയ്സിൻ്റെ ഇടിയപ്പ പൊടിയാണ് കേട്ടോ, ഇടിയപ്പം പത്തൽ ആ ഒരു പൊടിയാണ്. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എപ്പോഴും ഒരു 2-3 പാക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് പച്ചവെള്ളത്തിൽ മാത്രം ഒന്ന് കുഴച്ചെടുത്താൽ മതി. നമ്മുടെ മാവ് റെഡിയാണ്. നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ. ഇനി നമ്മൾ സാധാരണ ഈ കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കിയെടുക്കുമല്ലോ, അതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ചെറിയൊരു ബോൾ എടുക്കുക, എന്നിട്ട് ഇതൊന്ന് അത്യാവശ്യം ഒന്ന് കനത്തിൽ പരത്തിയെടുക്കുക. ഒരുപാടങ്ങ് തിക്കായി പോകരുത്, കാരണം സ്റ്റഫിങ് കുറച്ച് കട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കനവുള്ള മാവായിരിക്കണം വേണ്ടത്. നമ്മുടെ ഈ കൊഴുക്കട്ട പോലെ ഭയങ്കര തിന്നായിരിക്കരുത്, കാരണം കൊഴുക്കട്ടയിൽ നമ്മൾ സ്റ്റഫ് ചെയ്യുന്നത് തേങ്ങയാണല്ലോ, അപ്പോൾ അതിന് അത്രയ്ക്കൊന്നും വെയിറ്റ് ഒന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് മാവ് കുറച്ചൊന്ന് തിക്കായിട്ടിരുന്നോട്ടെ. പിന്നെ ഇനി ഇത് ഇത്രയും വലിയതല്ല, നമുക്ക് ചെറിയ ചെറിയ ഉരുളകൾ മതിയെങ്കിൽ അതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അങ്ങാണം ഫില്ലിങ് വെച്ചാൽ മതിയാവും. അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുകയും ചെയ്യാം. ഇനി അതെല്ലാം വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം ഒരെണ്ണം വലുതായിട്ട് ഉരുട്ടി കാണിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അതിൻ്റെ ഷേപ്പ് ഏറ്റവും ചെറിയൊരു സൈസ് ഉണ്ടല്ലോ, അപ്പോൾ ചെറുതായിട്ടൊന്ന് നോക്കി നമുക്ക് എങ്ങനെ വേണോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ചെറുതാണെങ്കിൽ കുറച്ചും കൂടി കടിക്കാനും കഴിക്കാനും ഒക്കെ സൗകര്യമായിരിക്കും. അപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു, അതിന് മുകളിലായിട്ട് ഈ കൊഴുക്കട്ടയുടെ ബോൾസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 5-6 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വേവട്ടെ. അത് കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നീട് അതങ്ങ് മാറ്റി വെക്കാം. അത് അങ്ങനെ തന്നെ കഴിക്കാം. പക്ഷെ അതെല്ലാം കുറച്ചും കൂടി എക്സ്ട്രാ ഒരു ഭംഗിയൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു സിമ്പിളായിട്ടൊന്ന് താളിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കൊഴുക്കട്ടയുടെ ബോൾസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടി എണ്ണയിലേക്ക് ഇട്ടിട്ട് ലൈറ്റായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലൈറ്റായിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് തിരിച്ചും മറിച്ചും ഇട്ട് ലൈറ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി നിങ്ങൾക്ക് സ്പൈസി ആക്കണം, കാര്യങ്ങൾ കുറച്ചും ടേസ്റ്റി ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ സിമ്പിളായിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു സിമ്പിൾ ആൻഡ് ഈസി എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. നമ്മുടെ എരിവുള്ള സ്പൈസി കൊഴുക്കട്ടയാണ്. ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ബോയിൽഡ് എഗ്ഗ് പോലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇന്നത്തെ 3 റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒട്ടും പിശി കാണിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ലഞ്ച് ബോക്സ് റെസിപ്പീസിനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ടാറ്റാ ബൈ.